ഡൽഹിയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രക്കിടെ അർദ്ധരാത്രിയായിരുന്നു സംഭവം. ഇന്ത്യയുടെ നാഷണൽ വോളിബോൾ പ്ലെയറായിരുന്ന അരുണിമ സിൻഹയ്ക്ക് ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകുന്ന വഴി കുറച്ച് കവർച്ചക്കാരുടെ ആക്രമണം നേരിടേണ്ടി വന്നു. അവർ ശക്തമായി പ്രതിരോധിച്ചെങ്കിലും അവസാനം ആ കവർച്ചക്കാർ അവരെ ആ ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ടു. സമാന്തരമായി പോകുന്ന ഒരു റെയിൽ പാളത്തിലേക്ക് വീണ അവർക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു ട്രെയിൻ അവരുടെ കാല് ചതച്ചരച്ചുകൊണ്ട് കടന്നുപോയി. ആ രാത്രി മുഴുവൻ ആരും ശ്രദ്ധിക്കാതെ അവരവിടെ കഴിച്ചുകൂട്ടി. രാവിലെയാണ് ആ ഗ്രാമീണർ അവരെ കാണുന്നത്. അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മുട്ടിന് താഴെ കാല് മുറിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട, വലിയ കരിയർ സ്വപ്നം കണ്ട ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം കാല് മുറിച്ചു മാറ്റുക എന്നുള്ളത് അവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. പക്ഷെ അരുണിമ സിൻഹ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. പലർക്കും അപ്രാപ്യമായ വലിയൊരു സ്വപ്നം അവർ കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക എന്നതായിരുന്നു ആ സ്വപ്നം. കൃത്യം 2 വർഷത്തിനിപ്പുറം 2013 അരുണിമ സിൻഹ മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിലെത്തി. പിന്നീട് രാജ്യം അവർക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള കൊടുമുടികൾ കീഴടക്കി അവർ വലിയൊരു മാതൃകയായി. വീഴ്ചയിൽ തകർന്നു പോകുന്നവർക്ക് അവിടെ തകർന്നു പോവാതെ ഉയർത്തെഴുന്നേൽക്കാനുള്ള വലിയൊരു പ്രചോദനമായിരുന്നു അരുണിമ സിൻഹ.